ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ജർമ്മനിയിലെ തന്നെ അതിപ്രശസ്തമായ ഒരു പൈതൃക നഗരത്തിലേക്കാണ്. ഈ ശൈത്യകാലത്ത് പോകാൻ പറ്റിയ സ്ഥലമാണോ ഇതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. 8:55 ബസ് നമ്പർ 1 പിടിച്ച് നേരെ ഫ്രീബർഗിലേക്ക്, അവിടുന്ന് ക്യാസൽ ബാനോഫിലേക്ക് പോകാൻ 6:30 പിടിച്ചു. നീണ്ട 2 മണിക്കൂർ യാത്ര. ഗീസൽ, മാർബുർഗ് തുടങ്ങിയ പ്രമുഖ പ്രദേശങ്ങളെല്ലാം മറികടന്ന് കാസൽ വിൽഹെംസ് ഹോഹയിലേക്ക്, അവിടുന്ന് ബസ് നമ്പർ 52 പിന്നീട് ബസ് 22 പിടിച്ച് നമ്മുടെ ഷ്ലോസിലേക്ക് എത്തിപ്പെട്ടു. കാസൽ ബാനോഫിൽ നിന്നും എപ്പോഴും ബസ്സും ട്രാമും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഷ്ലോസിന്റെ ഹിസ്റ്ററിയും അതുപോലെ സ്ഥലത്തിന്റെ മാർഗരേഖയും ഒരു വലിയ വാളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വളരെ സുന്ദരവും ശാന്തവുമായൊരു സ്ഥലം. വളരെ കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അങ്ങിങ്ങായി ഐസ് കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. ശരിക്കും ഇത് ഒരു മലയുടെ മുകളിലാണുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടും കൗതുകത്തോടെയും ഷ്ലോസിന്റെ അടുത്തേക്ക് നീങ്ങി. നടക്കുന്ന വഴിയിൽ തന്നെ ആ ഗോപുരം കാണാൻ കഴിയും. അങ്ങകലെയായി ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ഹൊറർ ലുക്കാണിതിന്. എന്തുകൊണ്ടെന്നാൽ പുരാതനമായ ഗോതിക് ശൈലിയിലുള്ള പല നിർമ്മിതികളും അത്രമേൽ ഭീമാകാരമായ കോട്ടകൾ പോലെയാണ് നിലകൊള്ളുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരിലും ഒരു ഭയം ജനിപ്പിക്കും. ഗോപുരത്തിന് മുകളിലായി ഒരു മനുഷ്യന്റെ പ്രതിമയും കാണാൻ കഴിയും. ഈ സ്ഥലത്തിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയണ്ടേ? ഇവിടെ കണ്ടപ്പം ശരിക്കും എനിക്കതറിയാൻ നല്ല കൗതുകമുണ്ടായിരുന്നു. ഹെസൻ സ്റ്റേറ്റിലെ പ്രധാന നഗരമാണ് കാസൽ. ഫുൾഡ നദിയുടെ കരയിലാണ് ഈ നഗരം. കാസലിലെ ഏറ്റവും പ്രസിദ്ധവും മനോഹരവുമായ പ്രദേശം വിൽഹെംസ് ഹോഹയാണ്. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ മലനിരപ്പിലുള്ള മനോഹര പാർക്കുകളിൽ ഒന്നാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിലും ഇതുണ്ട്. ഈ പാർക്കിന്റെ മുകളിൽ നിലകൊള്ളുന്ന വിശാല പ്രതിമയാണ് ഹെർക്കുലസ് മൊണുമെന്റ്. ഇവിടെ നിന്നാൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നഗരപ്രദേശത്തിന്റെ 360 ഡിഗ്രി പനാരോമിക് വ്യൂ ലഭിക്കുന്നു. 18-ാം നൂറ്റാണ്ടിലെ രാജാവ് വില്യം 9 ഈ രാജകീയ കൊട്ടാരം നിർമ്മിച്ചത്. കടുത്ത വേനൽ ചൂടിൽ നിന്ന് ഒഴിഞ്ഞ് മലയിൽ പച്ചപ്പിൽ രാജാവിന് ശാന്തമായി വിശ്രമിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത്. 1813 യുദ്ധകാലത്ത് നെപ്പോളിയന്റെ സഹോദരൻ ജെറോം ബോണപാർട്ടെ ഈ കൊട്ടാരത്തിൽ കുറച്ചുനാൾ താമസിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് യുദ്ധകാലത്ത് സേനകളുടെ പ്രധാന കേന്ദ്രമായി ഈ കൊട്ടാരം ഉപയോഗിക്കപ്പെട്ടിരുന്നു. ലോകത്തിലെ അനേകം അപൂർവ ചിത്രങ്ങളും കലാസൃഷ്ടികളും വിൽഹെംഷെ കൊട്ടാരത്തിന്റെ താഴത്തെ മുറികളിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ ജർമ്മൻ സാമ്രാജ്യത്തിന്റെ അവസാന രാജാവ് കൈസർ വിൽഹെം സെക്കൻഡ് രാജിവെച്ചതിനു ശേഷം ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു അത്രേ. കൈസറിന്റെ അവസാന പ്രഭാതത്തിൽ ജനലുകൾ തുറന്ന് മലയിടുക്കുകൾ നോക്കി പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. എന്റെ സാമ്രാജ്യം വീണു പോയാലും ഈ മലകളുടെ സൗന്ദര്യം ആരും എടുത്തു കളയാനാവില്ല. വേറെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇന്നും വൈദ്യുതി ഇല്ലാതെ പൂർണ്ണമായും പ്രഷർ സിസ്റ്റം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. വേനൽക്കാലത്ത് ഈ വെള്ളച്ചാട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടം ചുറ്റിപ്പറ്റി ധാരാളം നിഗൂഢ കഥകളും ഭൂതകഥകളും രഹസ്യമുറികളുടെ കഥകളും ഒക്കെ നാട്ടിൽ പാട്ടാണ്. ഈ ഷ്ലോസിന് 2 മുഖങ്ങളുണ്ട്. വേനൽക്കാലത്ത് ഗോപുരത്തിന്റെ സൈഡുകളിലായിട്ടുള്ള മുഴുവൻ മരങ്ങളും പൂത്തുലഞ്ഞ് വെള്ളച്ചാട്ടവും ഒക്കെ കാണാനായിട്ട് അതിമനോഹരമായിരിക്കും. മറ്റൊരു മുഖമാണ് ഈ കാണുന്നത്. തണുത്തുറഞ്ഞ് മഞ്ഞ് വീണ് കിടക്കുന്ന ഈ ഷ്ലോസ്. ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ സമയത്ത് ഇത്ര ഭംഗിയാണെങ്കിൽ വേനലിൽ എന്താവും അവസ്ഥ? ഈ പഴയ കൊട്ടാരങ്ങളും കല്ലിൽ കൊത്തിയ ശില്പങ്ങളും എല്ലാം കാണാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ -2 ആയിരുന്നു. മൈനസിൽ ഇറങ്ങി നടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ജാക്കറ്റൊക്കെ ഊരി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ ശരീരത്തിലേക്ക് തണുപ്പ് കുത്തിത്തുളയ്ക്കുന്ന പോലെ ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ പിക്ചറുകളും വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്മറിൽ വരാൻ നോക്കണേ. തിരിച്ചിറങ്ങിയപ്പോൾ സഞ്ചാരികളെ ലക്ഷ്യമാക്കിയുള്ളൊരു സുവനീർ ഷോപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കീ ചെയിനുകളും ഫോട്ടോസ്, വാൾപേപ്പേഴ്സ്, അങ്ങനെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് തിങ്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല വിലയായിരുന്നു കേട്ടോ. ഒരു കീ ചെയിൻ എങ്കിലും വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിലേക്ക് വന്നതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. പക്ഷെ വില കേട്ടപ്പോ
മനസ്സിൽ തന്നെ ഓർത്തു വെച്ചാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് കാസൽ സ്റ്റേറ്റ് മുഴുവൻ കണ്ടു. തിരിച്ച് വന്ന ബസ്സുകൾ തന്നെ ഉണ്ടായിരുന്നു. കാസൽ ബാനോഫിലേക്ക് എത്തി ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ കയറി ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ചൂടോടെ കഴിച്ചു. 2:30 ട്രെയിൻ കയറി നേരെ ഫ്രീബർഗിലേക്ക് തിരിച്ചെത്തി. ശരിക്കും പറഞ്ഞാൽ സമയം ഇപ്പം 4:30 ആകുന്നതേ ഉള്ളൂ. പക്ഷേ നേരം കൂരിരുട്ടായി. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നഗരം മുഴുവനും ലൈറ്റുകളാണ്. അങ്ങനെ ഈ ദിവസം ഒരിക്കലും മറക്കാനാവാത്ത കുറേ സ്ഥലങ്ങൾ സമ്മാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. Auf Wiedersehen.